നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 5 ശനിയാഴ്ചയാണ്. ഗ്ലോബൽ മാർക്കറ്റുകൾ വീണ്ടും ഒരു കനത്ത സെൽ ഓഫിലൂടെയാണ് കടന്നുപോയത്. ഇന്ത്യൻ വിപണിയും ഇന്നലെ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലല്ല ക്ലോസ് ചെയ്തിട്ടുള്ളത്. 22,904 345 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇൻഡെക്സുകളിലേക്ക് വരാം. ഇൻഡെക്സുകളിൽ വ്യാഴാഴ്ച വലിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഫാർമയായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ചയിലേക്ക് വരുമ്പോൾ നിഫ്റ്റി ഫാർമ വലിയ ഇടിവുണ്ടാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികം വൈകാതെ തന്നെ ഫാർമ സെക്ടറിൽ താരിഫ് ഏർപ്പെടുത്തും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതോടെയാണ് നിഫ്റ്റി ഫാർമ ഇന്നലെ ഏകദേശം 4% ഇടിവുണ്ടാക്കിയത്. അതിൽ തന്നെ ഓരോബിന്ദ ഫാർമ, ലൂപ്പിൻ, IPK ലാബ് തുടങ്ങിയവ 6% ഇടിവുണ്ടാക്കി. ഓട്ടോമൊബൈൽ US-ലേക്കുള്ള കയറ്റുമതിയെക്കുറിച്ചുള്ള താരിഫ് ആശങ്കകൾ കാരണം ഓട്ടോ സെക്ടർ ഇന്നലെ നിഫ്റ്റിയിൽ ഇടിയുകയുണ്ടായി. നമുക്കറിയാം, ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സ് 6% ഇടിവാണ് ഇന്നലെ ഉണ്ടാക്കിയത്. ഭാരത് ഫോർത്ത് 8% ഇടിഞ്ഞു. ഇന്ത്യ US-ലേക്ക് $6.8 ബില്യൺ കയറ്റുമതിയാണ് ഓട്ടോ സെക്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നിഫ്റ്റിയിൽ ഇടിവുണ്ടാക്കിയ മറ്റൊരു സെക്ടർ മെറ്റൽസ് ആയിരുന്നു. താരിഫ് കാരണം ആഗോള വ്യാവസായിക ആവശ്യം കുറയ്ക്കുമെന്ന ഭയത്തിലാണ് ലോഹ ഓഹരികൾ ഇടിഞ്ഞത്. ഹിന്ദുസ്ഥാൻ കോപ്പർ 9%, ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ തുടങ്ങിയവ 8%, സെയിൽ 5%, JSW സ്റ്റീൽ 3% എന്നിങ്ങനെയാണ് ഇടിവുണ്ടാക്കിയത്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്കാണ്. വലിയ സെൽ ഓഫ് തന്നെയാണ് മാർക്കറ്റുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നാസ്ഡാക്ക് ഏകദേശം 5.82% ഇടിഞ്ഞു. ഡൗ ജോൺസ് 5.50%, S&P 500 5.97% ഇടിഞ്ഞു. S&P 500 ഇപ്പോൾ 11 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 2 ദിവസം കൊണ്ട് മാത്രം ഡൗ 9.3% ഇടിഞ്ഞു. S&P 500 10.5%, നാസ്ഡാക്ക് 11.4%. അതായത് കോവിഡ് പാൻഡമിക്കിന്റെ സമയത്തൊക്കെ ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയൊരു വേഴ്സ്റ്റ് ഫോൾ തന്നെയാണ് ഇപ്പോൾ US മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ വിക്സ് ഏപ്രിൽ 2020 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുന്നു. ഇപ്പോഴത്തെ ഈ സെൽ ഓഫിന്റെ കാരണം നമുക്കറിയാം. എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. ഒരു ട്രേഡ് വാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കൂടാതെ താരിഫ് ഹൈക്ക് കാരണം ഗ്ലോബൽ റിസഷൻ വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ അങ്ങേയറ്റം കൂടുതലായി കഴിഞ്ഞു. ഇനി ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസിയായ JP മോർഗൻ അവരുടെ US-ൽ ഇയർ എൻഡിൽ വരുന്ന ഒരു റിസഷന്റെ സാധ്യത 40% നിന്ന് 60% വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതും വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ ആയിരുന്നു ഇന്നലെ. ഇനി US-നെതിരെ മറ്റ് പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. ഏപ്രിൽ 10 മുതൽ എല്ലാ US ഉൽപ്പന്നങ്ങൾക്കും ചൈന 34% തീരുവ ചുമത്തും എന്ന് ചൈന തിരിച്ചടിച്ചു കഴിഞ്ഞു. കൂടാതെ ട്രംപിന്റെ വ്യാപാര നയങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 ഇവന്റുകൾ US-ൽ നടക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് US ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് തന്നെയായിരുന്നു. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ ജെറോം പവലിന്റെ സ്പീച്ച് കൂടിയായിരുന്നു ഇത്. ഉയർന്ന താരിഫുകൾ ഉയർന്ന പണപ്പെരുപ്പത്തിനും സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കുന്നതിനും ഇടയാക്കുമെന്ന് അദ്ദേഹം ക്ലിയറായി തന്നെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ US സെൻട്രൽ ബാങ്ക് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് അവർ നൽകിയത്. ഇന്നലെ ക്രൂഡ് ഓയിൽ വീണ്ടും 7% മുകളിൽ ഇടിവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വന്നാൽ വലിയ ഫോളിൽ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത്. ഏകദേശം 615 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു നിലവെച്ച സാധ്യതയുള്ളത്. ഏതായാലും കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റ് സൂചന നൽകുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോഴത്തെ ഈ ടഫായിട്ടുള്ള ട്രേഡ് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് കമൻറ്റ് ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ വാട്സപ്പ് നമ്പറുമുണ്ട്. അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇനി ഇന്നത്തെയും ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.